എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ജാനകിയുടെ അബിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ശരൺ നന്നായിട്ട് മദ്യപിച്ച അളകാപുരിയിലേക്ക് എത്തുവാണ്. അങ്ങനെ ശരൺ വന്ന് എല്ലാരെയും വെല്ലുവിളിച്ച് കഴിഞ്ഞപ്പോ തന്നെ അമൃത എന്നിട്ട് പറഞ്ഞു, അതെ നിങ്ങൾ ഇവിടുന്ന് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് ശരണിനെ പിടിച്ച് തള്ളുവാണ്. ഈ സമയത്ത് അമല് പറഞ്ഞു, ശരണേട്ടാ ഇനി ഇവിടെ നിൽക്കണ്ട, എത്രയും ഇവിടുന്ന് പോയിക്കോ, വേണം ഞാൻ കൊണ്ടുവിടാന്ന് പറയണം. പക്ഷെ ഇതൊന്നും കേൾക്കാനായിട്ട് ശരൺ കൂട്ടാകുന്നില്ല. അപ്പോഴേക്ക് അജയ് അങ്ങോട്ട് ഇറങ്ങി വന്നു. അജയനെ കണ്ടത് പറഞ്ഞു, ആഹാ മന്ദം വക്കീൽ വന്നോ. ഇത് കേട്ടത് മന്ദം വക്കീൽ എന്നുള്ള പേര് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആകെപ്പാടെ വിറഞ്ഞു കയറി അജയ് വന്നിട്ട് ശരണിന്റെ കോളറിനോട് കുത്തിപ്പിടിച്ചിട്ട് നീ എന്താടാ പറഞ്ഞെന്ന് ചോദിക്കുക. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ കിടന്ന് അടി ഉണ്ടാക്കുവാണ്. ഈ സമയത്ത് അമലും അബി എല്ലാരും കൂടെ ഇടയ്ക്ക് കയറി. ശരൺ വിളിച്ചു പറഞ്ഞു, അതെ എനിക്ക് ഇവനെ കുറിച്ച് 4 വർത്താനം പറയണം, ഇവനോട് 4 പറയാനുണ്ട്. അളകാപുരിയിൽ എല്ലാവരും അറിയേണ്ട ചില സത്യങ്ങളൊക്കെ എനിക്കറിയാം, അതെനിക്ക് ഇപ്പൊ പറയണമെന്ന് പറയാം. ഇത് കേട്ടുകഴിഞ്ഞപ്പം അബി പറഞ്ഞു, നിനക്ക് എന്തറിയാന്ന ശരണെ പറയണേ, ഇപ്പൊ നിനക്ക് പറയാനുള്ള സമയമല്ല, നീ നാളെ നേരം വെളുത്തിട്ട് വാ, നല്ല ബോധത്തോടു കൂടി വന്ന് സംസാരിക്കുക, അല്ലാതെ മദ്യപിച്ച് ലെക്ക് കേട്ട് വന്നല്ല സംസാരിക്കണേന്ന് പറയാം. ഇതെങ്ങാനും കേട്ടോണ്ട് അച്ഛന് ഇറങ്ങി വന്നിട്ടുണ്ട് എന്താ അവസ്ഥയെന്ന് അറിയാവുന്ന ചോദിക്കുക. ഇത് കേട്ടോ ശരൺ പറഞ്ഞു, എനിക്ക് ഇപ്പൊ പറയണം, എനിക്ക് ഇപ്പൊ പറയാനേ പറ്റുള്ളൂ എന്ന് പറയാം. ഇത് കേട്ടോ അജയ് പറഞ്ഞു, വെറുതെ ഓരോ പിച്ചും പായും പറയുന്ന ഏട്ടാ, ഇതൊന്നും വിശ്വസിക്കാൻ കൂട്ടക്കല്, എത്രയും പെട്ടെന്ന് പിടിച്ച് പുറത്താക്ക്. മദ്യപിച്ച് ലെക്ക് കേട്ടി വന്ന ഓരോ കൂത്താട്ടം കാണിച്ചിട്ട് പറയുന്ന കേട്ടോ. അജയ്ക്ക് നല്ല ടെൻഷനുണ്ട്. തന്നെ കുറിച്ച് ഹണി റോസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്തേലും വിളിച്ചു പറയുമോ. ഇനി അങ്ങനെയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്ന് മനസ്സിലായി. കല്യാണമാണ് നിരഞ്ജനമായിട്ടുള്ള കല്യാണം മുടങ്ങും, 100 കൂട്ടം പ്രശ്നങ്ങളുണ്ടാവും. അതൊരു കാരണവശാലും ശരണേട്ടൻ വിളിച്ചു പറയാൻ പാടില്ല, എങ്ങനെയെങ്കിലും ബ്ലോക്ക് ചെയ്തേ മതിയാവുള്ളൂ. പെട്ടെന്ന് അമ്മനോട് പറഞ്ഞു, എടാ വിളിച്ചോണ്ട് പോകാൻ പറയാണ്. പിന്നീട് ഉന്തിയും തള്ളി അങ്ങോട്ട് വാതക്കിലേക്ക് കൊണ്ടുപോവാണ്. എന്നിട്ട് അമല് പറഞ്ഞു, ഞാൻ കൊണ്ടേ വിടാം ശരണേട്ട കയറാൻ പറഞ്ഞു. കയറാൻ കൂട്ടാക്കില്ല. അവസാനം എല്ലാവരും കൂടെ കൂട്ടിയിട്ട് ബലമായിട്ട് കാരണത്തേക്ക് വരുന്ന സമയത്ത് അമൃതയോട് പറഞ്ഞു, അതെ നീ സൂക്ഷിച്ചോ, അവസാനം കണ്ടോ, നീ സത്യങ്ങളൊക്കെ മനസ്സിലാക്കുക, അന്നൊരു ദിവസം വരും നീ എന്റെ അരിയിലേക്ക് തന്നെ തിരികെ വരുമോ അമൃത. ഇപ്പൊ നീ ഇങ്ങനെ ഡിവോഴ്സിന് വേണ്ടിയിട്ട് കിടന്ന് മുറവിളി കൂട്ടുന്നുണ്ട്. പക്ഷെ ഡിവോഴ്സ് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ നിനക്ക് ആ സത്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. ഞാൻ പറയോ, ഒരു കാരണവശാലും നീ ഇവർ പറയുന്നൊന്നും വിശ്വസിക്കരുത്. കാരണം നീ അറിഞ്ഞൊന്നും അല്ല സത്യങ്ങളൊന്നും, നിനക്ക് സത്യാവസ്ഥയൊന്നും അറിയത്തില്ലാത്തതുകൊണ്ടാ. ഇനിയെങ്കിലും നീ എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്തവരിവിടെ സുഭിക്ഷമായിട്ട് കഴിയുന്നുണ്ട്, നീ എന്നെ ഒന്ന് വിശ്വസിക്കാൻ പറയാ. എനിക്ക് നിങ്ങളുടെ ഒരു വാക്കും കേൾക്കണ്ട, കടന്ന് പോക്കോണെന്ന് പറഞ്ഞിട്ട് അമൃത ദേഷ്യപ്പെട്ട് അങ്ങ് നിൽക്കുകയാണ്. ആ സമയത്ത് അവന് പെട്ടെന്ന് കാറ് കയറി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അവനെ കൊണ്ടുവിടാനായിട്ട് ശരണിനെ കൊണ്ടുവിടാനായിട്ട് പോവാണ്. പെട്ടെന്ന് അപർണ വന്നിട്ട് പറഞ്ഞു, എന്നാലും ഇത്രയും വൃത്തിയുടെ സ്വഭാവമായിരുന്നു ശരണിന്, കുടിച്ച് ലെക്ക് കേട്ട് എന്തൊക്കെ വന്ന് പറഞ്ഞുകൊണ്ടിരുന്നേന്ന് പറയണം. ഇത് കേട്ടോ അജയ് പറഞ്ഞു, ശരിയാ കണ്ടോ, ഒരു ലെക്ക് കേട്ട് ഒരു ബോധമില്ല വെളിവില്ല, ചുമ്മാ ഓരോന്ന് പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ ശരൺ ശരിയല്ലെന്ന്, ശരണിന്റെ സ്വഭാവത്തിൽ നല്ല മാറ്റം ഉണ്ടെന്ന് പറയാണ്. ജാനകിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ഇത്രയും നാളും ജാനകി ശരണിനെ സപ്പോർട്ട് ചെയ്തോണ്ടിരുന്ന, പക്ഷെ ഈ ഒരു പ്രശ്നത്തോട് കൂടിയിട്ട് ജാനകിക്ക് ആപ്പ ടെൻഷനായി പോയി. ജാനകി ഒന്നും മിണ്ടാതെ അങ്ങോട്ട് കയറി പോവാ. അവി അങ്ങോട്ട് പോയി. അപർണയ്ക്ക് സന്തോഷമായി. അപർണ എന്ന് അമൃതയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അതെ അമൃതേ ഇപ്പൊ ഞാൻ പറഞ്ഞല്ല ശരിയായല്ലോ. ഇതേ ഇത്രയും നാളും ജാനകിയായിരുന്നു സപ്പോർട്ട് ചെയ്ത് നിന്നോണ്ടിരുന്നേ, ഇപ്പൊ കണ്ടില്ലേ ജാനകിയുടെ വായിക്കൊന്നും ആവണ്ടോന്ന് നോക്കിയേ, അവൾ ഒരു അക്ഷരം പോലും മിണ്ടാത്ത കണ്ടില്ലേന്ന് ചോദിക്കാണ്. കേട്ടപ്പോ അമൃത എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്, ശരണ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ന്യായീകരിക്കാനായിട്ട് വന്നിരിക്കും, അത് എന്നോട് തെളിവ് സാധനം ഞാൻ കയ്യോടെ പിടികൂടിയത് അവനെ ആ ഹോട്ടൽ റൂമിൽ വെച്ച്, എന്നിട്ട് ഒരു നാണോ ഇല്ലാതെ എന്റെ മുന്നിൽ വന്ന് ഇന്നിട്ട് കണ്ടില്ലേന്ന് ചോദിക്കണം. അവരുടെ പറഞ്ഞു, ഇങ്ങനെ ആണുങ്ങളൊക്കെ ഇങ്ങനെ പല നമ്പറുകളും ഇട്ടെന്നിരിക്കും, നമ്മൾ അതിനകത്ത് വീഴുവൊന്നും ചെയ്യില്ലെന്ന് പറഞ്ഞിട്ട് അമൃതനെ ഒന്നുകൂടെ എരിപരി കയറ്റുവാണ്. അതേസമയം ജാനകി മുറി വന്നിങ്ങനെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അറിയത്തില്ല. ജാനകി ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പൊ തന്നെ അബി അങ്ങോട്ട് വന്നു. അബി എന്നിട്ട് പറഞ്ഞു, ഇപ്പൊ നിനക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിക്കും. എന്താ അല്ല നിനക്കിപ്പോ ഒന്നും പറയാനില്ലേന്ന് ചോദിക്കും. ഞാൻ എന്ത് പറയാനാ, അല്ല ഇനി നീ ആ ശരണിനെ സപ്പോർട്ട് ചെയ്ത് വന്നാണ്ടല്ലോ, ഞാനൊന്നും പിണ്ടുന്നില്ല എന്ന് പറയണ. ഇല്ല അബിയേട്ടാ, ഇനി ഞാൻ എന്നാൾ ആരെ സപ്പോർട്ട് ചെയ്യാനൊന്നും പോകുന്നില്ല എന്ന് പറയണ, എനിക്ക് മനസ്സിലായെന്ന് പറയാം. അല്ലേലും ശരൺ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറയും. അല്ലേലും ഈ വീട്ടിൽ എന്ത് കാര്യം നടന്നാലും അവസാനം കുറ്റം വന്നു കഴിയുമ്പോഴത്തേനും നമ്മുടെ രണ്ടുപേരും തലയ്ക്കല്ലേ വരുന്നേ. ഇപ്പൊ തന്നെ കണ്ടില്ലേ ഈ കാര്യങ്ങളും വരുന്ന കഴിയുമ്പോഴത്തേനും അവസാനം എന്റെ തലയ്ക്കേ വരുള്ളൂ. ഞാൻ ശരണിനെ സപ്പോർട്ട് ചെയ്തു, അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായെന്ന്. ഇനി ചിലപ്പോൾ നാളെ പറഞ്ഞും കൂടെ പരത്തും, ഞാൻ കുടിക്കാൻ പറഞ്ഞിട്ട് ശരൺ മദ്യപിച്ച് ലെക്ക് കേട്ട് വന്നാന്നൊക്കെ. നമ്മളിത് കുറെ കണ്ടുള്ളതല്ലേന്ന് ചോദിക്കണം. അബി പറഞ്ഞു, അതെ നിന്നെ ഞാൻ കുറ്റപ്പെടുത്തി പറഞ്ഞല്ല, നിനക്കറിയാലോ ഇന്ന് തന്നെയാണെങ്കിൽ ശരൺ എന്തേലും പറയാനുണ്ടെങ്കിൽ ആ നല്ല ബോധത്തോടു കൂടി വന്ന് പറയണ്ടേ, അതിങ്ങനെ മദ്യപിച്ച് ലെക്ക് കെട്ടി വീട്ടിലേക്ക് വന്നിട്ടാണോ പറയണ്ടേന്ന് ചോദിക്കുക.
ഇത് കേട്ടും ജാനകിക്ക് ചില സംശയങ്ങളൊക്കെ മനസ്സിലുണ്ടാകുന്നുണ്ട്. ശരൺ അങ്ങനെ മദ്യപിച്ച് വന്നിട്ടുണ്ടെങ്കിൽ സ്വഭാവത്തോടെ പറയാൻ പറ്റിയ കാര്യങ്ങളായിരിക്കില്ല അവന്റെ മനസ്സിലുള്ളത്. അതുകൊണ്ടായിരിക്കും. പക്ഷെ അതിപ്പോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പൊ താൻ വീണ്ടും ശരണ്നെ ന്യായീകരിക്കുന്നതാണെന്ന് പറയുള്ളൂ. ശരൺ പക്ഷെ ഒരു തെറ്റും ചെയ്യാൻ തനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷെങ്കിൽ അഭിയാടിനൊക്കെ എല്ലാവരും കുറ്റപ്പെടുത്തി പറയുമ്പം ശരണിനെ ന്യായീകരിക്കാനും പറ്റുന്നില്ല. അല്ലെങ്കിലും അവൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവന് ബോധത്തോടെ വന്ന് പറയണ്ടായിരുന്നു ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ടല്ലേ ശരണിന്റെ മേർക്ക് എല്ലാവർക്കും തെറ്റിദ്ധാരണ ഉണ്ടായത്. ഇത്രയും നാളും ശരണിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന അഭിയേട്ടന് പോലും ശരണിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. എന്തായിരിക്കും അവന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ? ഒരു പക്ഷെ എന്തോ ഒരു വലിയ രഹസ്യം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് തന്നോട് പറയണമെന്ന് താൻ പറഞ്ഞ, പക്ഷെ അത് പറയാനായിട്ട് അവൻ കൂട്ടാക്കുകയും ചെയ്തില്ല. എന്താ കാര്യമെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ആകെപ്പെട്ട ടെൻഷൻ അടിച്ച ജാനകി മുറിന്ന് വെളിയിലേക്ക് ഇരുന്ന് കഴിയുമ്പത്തേനും അമൃത അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ. അമൃതനെ കണ്ടും ജാനകിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. പെട്ടെന്ന് അമൃതയുടെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, എന്താ അമൃത, നീ എന്താ വല്ലാതിരിക്കുന്നേ? ശരണിന്റെ കാര്യം ഓർത്തിട്ടാണോ? അതൊന്നും ഓർത്ത് നീ ഇനി വിഷമിക്കണ്ടെന്ന് പറയാ. ഇത് കേട്ടത് അമ്മത്ത് പറഞ്ഞു, അതെ ഒന്നും മിണ്ടാതിരിക്കാവോ? കുറച്ച് സമയങ്ങളിൽ ഞാൻ തനിച്ചൊന്നിരുന്നോട്ടെ എന്ന് പറയാം. നീ എന്താ അമൃത ഇങ്ങനെയൊക്കെ പറയണേ? നീ ഇങ്ങനൊന്നും അല്ലോ എന്ന് പറയാം. കാരണം ആദ്യമായിട്ടാണ് ജാനകിയോട് ഇങ്ങനെ എതിർത്ത് പറയുന്നത്. അല്ലെങ്കിൽ ജാനി അടുത്ത് നിന്നും വിളിച്ചിട്ടുണ്ടെങ്കിൽ മുഴുവൻ വിളിക്കാത്തോളാം. ആദ്യമായിട്ട് ഇങ്ങനെ പറയാ. ഇത് കേട്ടോണ്ട് അപർണ അങ്ങോട്ട് വന്നു. എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ ന്യായീകരിക്കാൻ വന്നിരിക്കുന്നു. അതെ, ഞാൻ എന്താണല്ലോ ആദ്യമേ തൊട്ട് അമൃതയുടെ പക്ഷമായിരുന്നു. ഇപ്പൊ ശരണിനെ ന്യായീകരിച്ചോണ്ടല്ലേ ഇവിടെ ചിലർക്ക് ഇത്രയും കാലം ഇരുന്നേ. ശരൺ എന്ത് തെറ്റ് ചെയ്താലും അതൊക്കെ നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നാലേന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പം ജാനകി പറഞ്ഞു, അതെ ശരണിന്റെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് തോന്നിയോണ്ടാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ ഇന്ന് കാണിച്ചാൽ ഒരിക്കലും എനിക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. ശരൺ ഒരിക്കലും കുടിച്ചിട്ട് ഇങ്ങ് വരില്ലായിരുന്നു പറയണം. ഇത് കേട്ട അമൃത പറഞ്ഞു, അതെ ജാനിയുടെ ദൈവത്തെ ഓർത്തുനിന്ന് പോകാവോ? എനിക്ക് കുറച്ച് സമാധാനം വേണമെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ അമൃതയ്ക്ക് ജാനകിക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. ജാനകി ഒന്നും മിണ്ടാതെ ജാനകി ഇങ്ങോട്ട് പോവാണ്. അപർണ പറഞ്ഞതേ അവളെ സൂക്ഷിച്ചോണം. അവൾ രണ്ട് തലയ്ക്കലും നിൽക്കും. കണ്ടില്ലേ ഇപ്പൊ തന്നെ ശരണിനെ കുറ്റം പറഞ്ഞുകൊണ്ട് വന്ന് കണ്ടില്ലേ? നാളെ ചെന്ന് ശരണിന്റെ അടുത്ത് എന്നിട്ട് പറയും, അതെ അമൃത ശരിയല്ലെന്ന് പറയത്തുള്ളൂ. ഇതൊക്കെ കണ്ടും കേട്ടും വേണം ഇരിക്കാൻ. എന്തായാലും ഇത്രയും ദിവസമായല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട്. എനിക്ക് എന്താണേലും ഈ പറയുന്ന ആൾക്കാരുടെയൊക്കെ സ്വഭാവം മനസ്സിലായി. അമൃത പറയുന്നത് ശരിയാന്ന് തോന്നേ. ശരണിന്റെ സ്വഭാവം ശരിയല്ല. അമൃത ചെയ്ത ശരിയായിട്ടുള്ള കാര്യം. ഞാനൊക്കെ ആണെങ്കിൽ ആ താലിമാല മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് എന്റെ പാട് നോക്കി പോയണം. അതാ ഞാൻ ചെയ്യത്തുള്ളൂ. ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ട കാര്യങ്ങളല്ലേന്ന് ചോദിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അമൃത പറഞ്ഞു, ശരിയാ, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ മാറ്റിയെടുത്ത് ഓരോ ദിവസം ഇന്ന് ശരിയാവും ശരണ, നാളെ ശരിയാവും ഓർത്തിരുന്ന. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുമെന്നു അമൃത ഇങ്ങനെ പറയാണ്. ആ സമയത്ത് ശരൺ എന്ത് ചെയ്യാ, മദ്യപിച്ച് ലക്ക് കെട്ടി ഒരു ബോധമില്ലാതെയാണ് മുറിയിലേക്ക് പോയി അങ്ങനെ കിടക്കുന്നത്. അങ്ങനെ അവിടെ കൊണ്ടുപോയിട്ട് നമ്മളെ തിരികെ പോരുകയും ചെയ്തു. പിറ്റേ ദിവസം നേരം വെളുത്തു കഴിയുമ്പോൾ ശരൺ പതുക്കെ ഉറക്കത്തിന് എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേന് ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് പതുക്കെ ഇങ്ങനെ ഓടി വരുവാണ്. താൻ അവിടെ പോയി ബഹളം ഉണ്ടാക്കിയതൊക്കെ ഓർക്കുന്നുണ്ട്. പെട്ടെന്ന് ശരണിന് വല്ലാത്തൊരു കുറ്റബോധമൊക്കെ തോന്നി. ഒരിക്കലും താൻ അങ്ങനെ ചെയ്യില്ലായിരുന്നു. തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടായിരുന്നെങ്കിൽ ബോധത്തോടു കൂടി താൻ പോയി പറയേണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അജയനെ കുറിച്ചുള്ള രഹസ്യങ്ങളൊക്കെ പറയണമെങ്കിൽ ഇച്ചിരി മദ്യം ഉള്ളിച്ചല്ലാതെ പറയാൻ പറ്റത്തില്ല. എല്ലാവരും കേൾക്കല്ലാതെ എങ്ങനെയാ വിളിച്ചു പറയുന്നേ? ഒരുപക്ഷെ അവന്റെ കള്ളത്തരം താൻ പുറത്തു കൊണ്ടുവരും. ഇനിയിപ്പൊ അമൃതയോട് താൻ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാലും അവള് വിശ്വസിക്കുന്നു കൂട്ടാക്കുന്നില്ല. അവള് വിശ്വസിക്കാൻ എന്താളും കൂട്ടാക്കത്തില്ല. അജയ് അവളുടെ സഹോദരനാണ്. അജയ് പറയുന്നു അവള് വിശ്വസിക്കത്തുള്ളൂ. അപ്പൊ ഇനി എന്ത് ചെയ്യും? എങ്ങനെയെങ്കിലും അവളെ വിശ്വസിപ്പിച്ചേ പറ്റുള്ളൂ. അമൃതേനെ നഷ്ടപ്പെടുന്ന ചിന്തിക്കാൻ പോലും പറ്റില്ല. അവളുടെ സ്ഥാനത്ത് ഇപ്പൊ ആരാണെങ്കിലും അങ്ങനെ തെറ്റിദ്ധരിക്കുകയോ ചെയ്യത്തുള്ളൂ. എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയില് ശരൺ അങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയത്ത് അമൃത രാത്രിയിലാണ് ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം രാവിലെ തന്നെ ശരണിനെ പോയി കാണണം. ശരണിനെയും കാണണം, അതുപോലെ തന്നെ വക്കീലിനെ പോയി കാണണം. ഡിവോഴ്സിനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു. അങ്ങനെ നേരം വെളുത്തു കഴിഞ്ഞിട്ട് അമൃതയ്ക്കുള്ള കോഫിയായിട്ട് അങ്ങോട്ട് നള്ളി ചെല്ലുവാണ്. നള്ളി എന്ന് കഴിഞ്ഞപ്പോഴത്തേനും അമൃതനെ മുറിയിൽ കണ്ടില്ല. ഇതെവിടെ പോയി നേരം വെളുക്കുന്നതിന് മുമ്പ് എന്നോടത്ത് വന്നു കഴിയുമ്പോഴത്തേനും പ്രഭാവതി അങ്ങോട്ട് വരുന്നുണ്ട്. അല്ല അമൃത മോളെ കണ്ടോന്ന് ചോദിക്കണം. ഇല്ല അവളെ കണ്ടില്ല, അവൾ എവിടെയെങ്കിലും കാണുന്നത്. ഞാൻ ഇവിടെയൊക്കെ നോക്കിയിട്ട് കണ്ടില്ല. ചായ കൊടുക്കാൻ ചെന്നാന്ന് പറയണം. പിന്നീട് പ്രഭാവതി അവിടെയൊക്കെ നോക്കണം. അവിടെ എങ്ങും നോക്കിയിട്ട് കണ്ടില്ല. അവള് തേയിലോടെ പോയി നേരം വെളുത്ത ഉടനെ അപ്പോഴാണ് ജാനകി അങ്ങോട്ട് വരുന്നത്. ജാനകിയോട് ചോദിച്ചു, അല്ല ജാനകി അമൃതനെ കണ്ടോന്ന് ചോദിക്കാം. ഇല്ലമ്മേ അമൃതനെ കണ്ടില്ല. അമൃത ഇവിടെ എല്ലാം കാണുമെന്ന് പറയണം. ഇവിടെ എങ്ങും നോക്കി കണ്ടില്ല എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജാനകിയിൽ ഒരു ഞെട്ടനുണ്ടായി. ദൈവം അമൃത ഇത് എയിലൂടെ പോയി. ഇന്നലെയാണ് അങ്ങനത്തെ വഴക്കുകളും പ്രശ്നങ്ങളും എല്ലാം നടന്നാ. ഇനിയിപ്പോൾ അവള് ഇറങ്ങിപ്പോവോ അതോ മറ്റോ വേറെന്തേലും ചെയ്തോ എന്നൊരു ടെൻഷൻ ജാനകിയിൽ ഉണ്ടാവുമായിരുന്നു. ഈ സമയം അമൃത നേരെ വക്കീലിനെ കാണാനായിട്ട് അങ്ങോട്ട് പോവാണ്. എത്രയും പെട്ടെന്ന് ഡിവോഴ്സിന് കൊടുക്കണം, തനിക്ക് ഡിവോഴ്സ് കിട്ടണം. ഇതിന്റെ എല്ലാം പിന്നിൽ അപർണയായിരുന്നു. അമൃതയ്ക്ക് സർവ്വ ഒത്താശകളും ചെയ്തു കൊടുക്കുന്ന
അപർണയായിരുന്നു. അമൃതയ്ക്ക് മനസ്സിലാവുന്നില്ല അപർണയുടെ കുരുട്ടുബുദ്ധി എന്താന്ന്. കാരണം അളകാപുരിയെ തകർക്കാൻ വേണ്ടിയിട്ടാണ് അപർണ ആ കുടുംബത്തിലേക്ക് വന്നു കയറിയിരിക്കുന്നുള്ള സത്യം മനസ്സിലാക്കാതെ അപർണയും കൂട്ടുപിടിച്ച് അമൃത ഓരോന്ന് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഇനി ഇതിന് ശേഷം ഗീതുവിന്റെ ഗോവിന്ദിന്റെ വിശേഷങ്ങൾ ചാനലകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. അതോടൊപ്പം തന്നെ ഇന്നു മുതൽ ഞാൻ ഇഷിതയുടെ മഹേഷിന്റെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതും കൂടെ എല്ലാവരും കയറി കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.